السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. رب زدنا علما. رب زدنا علما. ഒരിക്കൽ കൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് സഹോദരിമാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന ദിക്ർ ദുആകളും അതിന്റെ മഹത്വങ്ങളും ഒക്കെ ഒന്ന് പഠിക്കട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാരും ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ ഈ മോർണിംഗ് അദ്കാർ ഈവനിംഗ് അദ്കാറൊക്കെ ചെല്ലാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്ന, എല്ലാ പിശാചിൽ നിന്നും ചീത്ത ചിന്താഗതികളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളും ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹു ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ച രാവിലെയും വൈകുന്നേരം നിർബന്ധമായിട്ടും നമ്മൾ ചെല്ലേണ്ടതായിട്ടുള്ള ദിക്ർ ദുആകളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ഇന്നൊന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഫസ്റ്റ് തന്നെ നമ്മള് ആയത്തുൽ കുർസി അല്ലേ, ഈ രാവിലെ വൈകുന്നേരം ചെയ്യുന്ന അദ്കാറിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആയത്തുൽ കുർസി ചൊല്ലും. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ അല്ലേ. أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അള്ളാഹു യഥാർത്ഥത്തിൽ അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും. അള്ളാഹു എല്ലാം പോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഉറക്കമോ മയക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല. ആകാശ ഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അവന്റെ അനുവാദ പ്രകാരമല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക്, മനുഷ്യ ജിന്ന് വർഗത്തിന് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവന്റെ കുർസി ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ അത്യധികം ഉന്നതനും അതിമഹാനുമാകുന്നു. ഇത് സൂറത്തുൽ അൽ ബഖറയിലെ 55 ആയത്താണ്. ഫസ്റ്റ് തന്നെ നമ്മള് ഈ മോർണിംഗ് അദ്കാറും ഈവനിങ് അദ്കാറും ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റായിട്ട് നമ്മൾ ആയത്തുൽ കുർസി ചൊല്ലും. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് ഇത് മൂന്ന് തവണയായിട്ട് ചൊല്ലാം. എന്നിട്ട് അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമ്മള് ഫസ്റ്റായിട്ട് ചെല്ലുന്ന പ്രാർത്ഥന അസ്ബഹനാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി വൽഹംദുലില്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവൽ وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഇത് രാവിലെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെയ്യും. ഇനി വൈകുന്നേരമാണെങ്കിൽ നമ്മൾ ഈ അസ്ബഹന എന്ന് പറഞ്ഞ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യൂ? ഹംസൈന ഹംസൈന ഹംസൽ മുൽക്കൂന്ന് വരും കേട്ടോ. അതേമാതിരി ഹാദൽ യൗമി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹാദിഹി ലൈലത്തി എന്ന് പറയും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ വഹൈറമാ ബഅദഹു എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ മാ ബഅദഹ വൈകുന്നേരം ആകുമ്പോ എന്ത് പറയും? ബഅദഹ. ഹാദൽ യൗമി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഹാദിഹി ലൈലത്തി എന്ന് പറയും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ മീനിങ് ഒന്ന് നോക്കാം അല്ലെ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ അസ്ബഹന അസ്ബഹൽ മുൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അംസൈന അംസൽ മുൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പ്രദോഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോ ഇന്നിപ്പോ നമുക്ക് തുടങ്ങാം അല്ലെ. നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും, പകലിന് പറയുമ്പോ ഈ പകലിലെയും അല്ല, നമ്മൾ വൈകുന്നേരത്തെ അതുക്കാറിലാണ് പറയുന്നതെങ്കിൽ ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇപ്പൊ വൈകുന്നേരമാണ് നമ്മൾ പറയുന്നെങ്കിൽ ഈ രാത്രിയിലെയും അതിന് ശേഷമുള്ളതിലെയും നന്മകളെ ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ള തിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വൈകുന്നേരമാണെങ്കിലോ ഈ രാത്രിയിലെയും അതിന് ശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിന്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അപ്പൊ എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ അഭയം തേടിയില്ലേ? നമ്മളെ എല്ലാ അലസതകളിൽ നിന്നും, നമ്മളെ വാർദ്ധക്യമായിട്ടുള്ള നമ്മളെ പ്രയാസങ്ങളിൽ നിന്നും, ഖബറിലെ ശിക്ഷയിൽ നിന്നും, നരകത്തിലെ ശിക്ഷയിൽ നിന്നൊക്കെ നമ്മൾ റബ്ബിനോട് രക്ഷ തേടിയില്ലേ? അപ്പൊ ഈ അദ്കാറൊന്നും നമ്മൾ ചെല്ലാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ അദ്കാറുകളൊക്കെ രാവിലെ ചെല്ലാണ്. നമ്മൾ ഏത് ടൈമിലാ ചെയ്യേണ്ടതെന്ന് അറിയോ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സൂര്യോദയം വരെയുള്ള ടൈമിലാണ് ഏറ്റവും അഫ്ളലായ ടൈം. ഇല്ല നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സമയം കിട്ടിയില്ല, മക്കളെ പറഞ്ഞേക്കാനോ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്തായാലും ആരും ചെല്ലാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ വൈകുന്നേരം ആണെങ്കിൽ അസറിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലുള്ള ടൈമാണ് ഇതിനൊക്കെ ഏറ്റവും ഉത്തമം ഈ അദ്കാർ ചെല്ലുന്നത്. ഇനിയിപ്പൊ അഥവാ നമ്മള് വൈകിപ്പോയി വല്ല കാരണവശാലും മഗ്‌രിബിന്റെ ശേഷവും അതിന്റെ ശേഷമൊക്കെ നമുക്ക് ചെല്ലാം. എന്നാലും നമ്മൾ ഈ ദിക്ർ ദുആകളൊന്നും ഒഴിവാക്കി പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതായിട്ട് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. എനിക്ക് അള്ളാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്. ഇത് 7 തവണ ചെല്ലാം. എന്താണ്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് എത്ര തവണ ചെല്ലണം? വൈകുന്നേരം 7 തവണ ചെല്ലട്ടോ ഇൻഷാ അല്ലാഹ്. പിന്നെ അത് കഴിഞ്ഞിട്ട്
രാവിലെ ആണെങ്കിൽ അസ്ബഹന, വൈകുന്നേരം ആണെങ്കിൽ അംസൈന കേട്ടോ. ഞാൻ അസ്ബഹന പറഞ്ഞിട്ടില്ല. അസ്ബഹന അല ഫിത്രത്തിൽ ഇസ്ലാമി വഅല കലിമത്തിൽ ഇഖ്ലാസി വഅല ദീനി നബിയിന മുഹമ്മദിൻ വഅല മില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇസ്ലാമിന്റെ പ്രകൃതിയിലും നിഷ്കളങ്ക വചനത്തിലും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിലും നമ്മുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ ചര്യയിലുമായി ഞങ്ങൾ പ്രഭാതത്തിൽ ആയിരിക്കുന്നു. ഇനി വൈകുന്നേരം ചെല്ലുവാണെങ്കിൽ നമ്മൾ പ്രദോഷത്തിലായിരിക്കുന്നു. അദ്ദേഹം ഋജു മനസ്കനും കീഴ്പ്പെട്ടവനുമാണ്, ബഹുദൈവ ആരാധകരിൽ പെട്ടവനുമല്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലെ? ഇതിന്റെ മീനിങ് ഒക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളി. അല്ലെങ്കിൽ ഇത് ചെറിയ ചെറിയ ക്ലിപ്സോ അല്ലെങ്കിൽ നമ്മൾ അബ്ചാറുകളിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ആയാലും മതി, എങ്ങനെയായാലും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظ لي من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. وأعوذ بعظمتك أن أغتال من تحتي أن أغتال من تحتي. അല്ലാഹുവേ, മാപ്പും ഇഹത്തിലും പരത്തിലും സൗഖ്യവും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവേ, എന്റെ മതകാര്യത്തിലും ഐഹിക ജീവിതത്തിലും കുടുംബത്തിലും ധനത്തിലും സൗഖ്യവും മാപ്പും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുവേ, എന്റെ രഹസ്യങ്ങൾ നീ മറച്ചു വെക്കുകയും ഭീതികളിൽ നിന്ന് എനിക്ക് മോചനം നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, എന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെയും ഇടതുഭാഗത്തിലൂടെയും മുകളിലൂടെയും എന്നെ പരിരക്ഷിക്കണമേ. താഴ്ഭാഗത്തിലൂടെ ഞാൻ ആഴ്ചപ്പെടുന്നതിൽ നിന്ന് നിന്റെ മഹത്വം കൊണ്ട് ഞാൻ അഭയം തേടുന്നു. ഇനി അടുത്തത്, അല്ലാഹുമ്മ ഇന്നി അസ്ബഹ്തു. ഇനി വൈകുന്നേരമാണെങ്കിൽ അംസൈതു ഉശ്ഇദുക വ ഉശ്ഇദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഒരു ഭാവനോട് പറഞ്ഞേരം കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അംസൈത ഉശ്ഇദുക വ ഉശ്ഇദു ഹമലത അർശിക വ മലായികതിക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. ഇത് 4 തവണ ചെല്ലണേ. ഇതിന്റെ മീനിങ്, അല്ലാഹുവേ, ഞാൻ പ്രഭാതത്തിൽ പ്രവേശിച്ചു, വൈകുന്നേരമാണെങ്കിൽ പ്രദോഷത്തിൽ പ്രവേശിച്ചു. ഞാൻ നിന്നെ സാക്ഷിയാക്കുന്നു. നിന്റെ അർശിന്റെ വാഹകരെയും നിന്റെ മലക്കുകളെയും നിന്റെ സകല സൃഷ്ടികളെയും ഞാൻ സാക്ഷിയാക്കുന്നു. നിശ്ചയം നീയാകുന്നു അല്ലാഹു. യഥാർത്ഥത്തിൽ ആരാധനയ്ക്കർഹനായി നീ മാത്രം. നീ ഏകനും യാതൊരു പങ്കുകാലില്ലാത്തവനുമാകുന്നു. നിശ്ചയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ ദാസനും നിന്റെ ദൂതനുമാകുന്നു. ഇനി അടുത്തത്, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. രാവിലെ ആവുമ്പോ അങ്ങനെ ചെയ്യും. ഇനി വൈകുന്നേരമാണെങ്കിൽ അല്ലാഹുമ്മ ബിക അംസൈന
വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ എന്ന് പറയും. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിൽ ആയിരിക്കുന്നു, വൈകുന്നേരമാണെങ്കിൽ പ്രദോഷത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രദോഷത്തിലായിരിക്കുന്നു, വൈകുന്നേരമാണെങ്കിൽ പ്രഭാതത്തിലായിരിക്കുന്നു എന്നാ പറയട്ടോ. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെ കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും ഉയർത്തെഴുന്നേൽപ്പും. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്തത് അല്ലാഹുമ്മ അസ്ബഹബി, അല്ലാഹുമ്മ അസ്ബഹബി മിൻ നിഅമതി ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്ർ. അത് വൈകുന്നേരം പറയുകയാണെങ്കിൽ അല്ലാഹുമ്മ മാ അംസ ബി മിൻ നിഅമതി ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരമോ ആയപ്പോൾ ലഭിച്ചിട്ടുള്ള ഏതൊരു അനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്. നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്ക് തന്നെ. ഇനി അടുത്തത് അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ വഅഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ലാ ഇലാഹ ഇല്ലാ അൻത. ഇത് രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും ഒക്കെ 3 തവണ ചെല്ലണം കേട്ടോ. ഇതിന്റെ മീനിങ്, അല്ലാഹുവേ, എന്റെ ശരീരത്തിന് നീ സൗഖ്യം നൽകണമേ. അല്ലാഹുവേ, എന്റെ കേൾവിക്ക് നീ സൗഖ്യം നൽകണമേ. അല്ലാഹുവേ, എന്റെ കാഴ്ചക്ക് നീ സൗഖ്യം നൽകണമേ. നീ അല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുവേ, അവിശ്വാസത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നീ അല്ലാതെ ഒരാരാധ്യനുമില്ല. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ഇനി അടുത്തത് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ صنعت അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എന്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടികളും പാലിക്കുന്നതാണ്. ഞാൻ ചെയ്ത മുഴുവൻ തിന്മകളിൽ നിന്ന് നിന്നിൽ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നു. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പുറത്തു തരണമേ. നിശ്ചയം നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഇത് നമ്മൾ മുമ്പ് ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇത് രാവിലെ നമ്മൾ മോർണിംഗ് അദ്കാറിൽ ചെല്ലിയാല് വൈകുന്നേരം വരെ അതിന്റെ ഇടയിൽ നമ്മൾ മരിച്ചാല് നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നു. വൈകുന്നേരം ചെല്ലിയാല് രാവിലെന്റെ ഉള്ളിൽ നമ്മൾ മരിച്ചാല് നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് اللهم عالم الغيب والشهادة فطر السماوات والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركي
وأن أقترف على نفسي سوءا أو أجره إلى مسلم. ദൃശ്യവും അദൃശ്യവും അറിയുന്നവനും ഭൂമിയും ആകാശവും സൃഷ്ടിച്ചവനും സർവ വസ്തുക്കളുടെയും നാഥനും ഉടമയുമായ അല്ലാഹുവേ, നിശ്ചയം നീയല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ തിന്മകളിൽ നിന്നും പിശാചിന്റെ കെടുതികളിൽ നിന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ അവൻ ക്ഷണിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഞാൻ എന്നോട് തന്നെ തിന്മ ചെയ്യുന്നതിൽ നിന്നും അത് ഒരു മുസ്ലിമിലേക്ക് കൊണ്ടുവരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇനി അടുത്തത് റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ഇത് എത്ര തവണ ചെല്ലണം? 3 തവണ ചെല്ലണം. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ചെല്ലുന്നവർക്ക് ഒരുപാട് മഹിമയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ പിടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കയറ്റൂലേ. അപ്പൊ അതൊന്നും ചെല്ലാൻ ആരും മറന്നു പോകരുതേ. ഇനി അടുത്തത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് എത്ര തവണ ചെല്ലണം? 3 തവണ. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ നാമത്തോടൊപ്പം ഭൂമിയിലെയോ ആകാശത്തിലോ ഉള്ള ഒരു വസ്തുവും ഉപദ്രവിക്കുകയില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇത് 3 തവണ ചെല്ലിയാൽ എന്താണെന്നറിയോ? ആകാശഭൂമിന്റെ ഇടയിലുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ്. അപ്പോ ഇതൊന്നും ചെല്ലാൻ ആരും മറന്നു പോകരുതേ. ഇനി അടുത്തതായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. അവൻ ഏകനാകുന്നു, അവന് പങ്കുകാരില്ല. അവനാകുന്നു ആധിപത്യം, അവനാകുന്നു സർവസ്തുതിയും. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഇത് 10 തവണ ചെല്ലിയാല് എന്തൊക്കെയാ ഇതിന്റെ മഹിമകള്? 4 അടിമകളെ മോചിപ്പിച്ച കൂലിയാണ് അള്ളാഹു നമുക്ക് തരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് 100 തവണ ചെല്ലിയാല് എല്ലാ പിശാചിന്റെ ഷർറിന്നും നമുക്ക് രക്ഷ കിട്ടും. അതേമാതിരി 10 തവണ ചെല്ലിയാല് 4 അടിമകളെ മോചിപ്പിക്കുന്ന കൂലി കിട്ടും. അപ്പൊ 100 തവണ ചെല്ലിയാലോ? അപ്പൊ 100 തവണ ചെല്ലിയാൽ ഒരുപാട് പ്രതിഫലാണ്. ആരും മറന്നു പോകരുത്. കഴിയുന്നതും 100 തവണ തന്നെ ചെല്ലാൻ ശ്രമിക്കണം. കാരണം ആ ദിവസം പിശാചിന്റെ ഷർറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക അത് വല്ലാത്തൊരു രക്ഷ തന്നെയാണ്. ഇപ്പതാ നമ്മൾ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളൊക്കെ വരാൻ പോവല്ലേ. അപ്പൊ എല്ലാരും ഇതൊരു 100 തവണ രാവിലെ തന്നെ ചെല്ലാൻ ശ്രമിക്കട്ടോ. കാരണം റംസാനിലെ അവസാനത്തെ 10 രാത്രികളെ പോലെയാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലുകൾ എന്നല്ല പറഞ്ഞത്. അപ്പൊ റംസാൻ മാസത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു ശൈത്താനൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അല്ലേ. ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ കെട്ടിയിടണം. അപ്പൊ അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിച്ച് ഇത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറയാട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 100 തവണ ചെല്ലാൻ എല്ലാരും ശ്രമിക്കണേ. ഇൻഷാ അല്ലാഹ് ദിവസവും അത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെയ്യാം. എത്ര തവണ? 10 തവണ. അത് ഫുള്ളായിട്ട് ചെല്ലുകയാണെങ്കിൽ വളരെ ഹൈറ്. ഇനി അഥവാ ടൈം കിട്ടുകയാണെങ്കിൽ 10 തവണ ഫുള്ളായിട്ടില്ലേ ഇബ്രാഹിം സ്വലാം തന്നെ ചെല്ലാൻ എല്ലാവരും ശ്രമിക്കണേ. ഇൻഷാ അല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم
وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അപ്പം രാവിലെ ചെല്ലുകയാണെങ്കിൽ 10 തവണ ചെല്ലുക, വൈകുന്നേരം ചെല്ലുകയാണെങ്കിലും 10 തവണ ചെല്ലുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ശഫാഅത്ത് കിട്ടും സ്വർഗത്ത് പ്രവേശിക്കാൻ. സ്വർഗത്തിൽ പ്രവേശിച്ചാല് ഹൗദുൽ കൗസറിലെ വെള്ളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ കുടിപ്പിക്കും. അപ്പൊ ഇതൊന്നും ആരും മറന്നു പോകാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അത് 10 തവണ ചെല്ലിയാലും കുഴപ്പമില്ല. തിരക്കൊക്കെ ആണെങ്കിൽ അത് ചെല്ലിത്തോളി. അള്ളാഹുവേ, ഞങ്ങളുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സമാധാനവും നൽകണമേ എന്നാണ് ഈ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇനി اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا. അള്ളാഹുവേ, ഉപകരിക്കുന്ന വിജ്ഞാനവും വിശിഷ്ടമായ ഉപജീവനവും സ്വീകാര്യമായ കർമ്മങ്ങളും നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ പ്രാർത്ഥനയാണ്. ഇത് കഴിയുന്നതും നമ്മൾ ചെല്ലുന്നതിന്റെ മുമ്പ് തന്നെ, അത്തഹിയാത്ത് ചെല്ലിയതിന്റെ ശേഷം സലാം വിളിക്കുന്നതിന്റെ മുമ്പ് തന്നെ മറക്കാതെ ചെല്ലാൻ ശ്രമിക്കുക. കാരണം അള്ളാഹു എന്തൊക്കെയാ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്? ഉപകരിക്കുന്ന വിജ്ഞാനം, നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ അറിവ്, വിശിഷ്ടമായ ഉപജീവനം, ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധമായ ഹലാലായ ഏറ്റവും നല്ല ഉപജീവനം, പിന്നെയോ സ്വീകാര്യമായ കർമ്മങ്ങൾ. നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും അത് ഏറ്റവും അള്ളാഹുവിന് സ്വീകാര്യകരമായ കർമ്മങ്ങൾ. ഇത് മൂന്നും നമ്മൾ ചോദിക്കും. ഇനി അടുത്തതായിട്ട് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സഹായിക്കണമേ. എന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തീർക്കുകയും ചെയ്യണമേ. കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്നിൽ ഏൽപ്പിക്കരുതേന്ന്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസി അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായവനെ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ സഹായിക്കണമേ. എന്റെ എല്ലാ കാരുണ്യവും നന്നാക്കി തീർക്കുകയും ചെയ്യണമേ. ഇമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്നിൽ ഏൽപ്പിക്കരുതേ. ഇനി അടുത്തതായിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം, അവന്റെ മനസ്സിന്റെ തൃപ്തിയോളം, അവന്റെ സിംഹാസനത്തിന്റെ ഭാരത്തോളം, അവന്റെ വചനങ്ങളുടെ അളവോളം. ഇത്ര മഹത്തായ ദിക്റാണല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം, അവന്റെ മനസ്സിന്റെ തൃപ്തിയോളം, അവന്റെ സിംഹാസനത്തിന്റെ ഭാരത്തോളം, അവന്റെ വചനങ്ങളുടെ അളവോളം. ഇത് എത്ര തവണ ചൊല്ലണം? 3 തവണ കേട്ടോ. ഇനി അടുത്തത് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചവയുടെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ഇത് 3 തവണ ചെയ്യുക. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇത് 100 തവണ ചെല്ലുക. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് ഉണ്ടെങ്കിലുള്ളൂ, പെട്ടെന്ന് ഒന്നൊന്നര 2 മിനിറ്റ് കൊണ്ട് ചെല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, എത്രയോ ടൈം എടുക്കൂ, എത്ര സമയം എടുക്കൂ, എങ്ങനെയാ അപ്പൊ ചെല്ലി തീർക്കാന്നൊക്കെ. അങ്ങനെയൊന്നും ആരും കരുതണ്ട, അത് പെട്ടെന്ന് തന്നെ ചെല്ലി തീർക്കാൻ പറ്റൂ കേട്ടോ. നിർബന്ധമായിട്ട് ചെല്ലണേ, ആരും ചെല്ലാനൊന്നും മറന്നു പോകരുത് കേട്ടോ. 100 തവണ തന്നെ. പാപികളായ നമ്മളൊക്കെ എത്ര ചെല്ലിയാലും മതിയാവില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ 75-ലധികം 100ഓളം തവണ ചെല്ലിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ എത്ര ചെല്ലിയാലാ മതിയാവുക? അപ്പൊ എപ്പോഴും ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതും 100 തവണ ചെല്ലുക. അതും ചെല്ലാൻ വെറും 1.5-2 മിനിറ്റ് 3 മിനിറ്റ് ധാരാളമാണ് കേട്ടോ. 1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മള് ചൊല്ലി നോക്കിയാൽ 2 മിനിറ്റിന്റെ ഉള്ളിലൊക്കെ തീർച്ചയായിട്ടും ചെല്ലാൻ പറ്റും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇത് 100 തവണ ചെല്ലിയാല് കടലിലെ നിറയോളം പതയോളം ചെറുപാപങ്ങൾ നമ്മൾ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ പുറത്തു കിട്ടാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിക്റാണ്. അത് ചെല്ലാൻ മറക്കരുത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇതൊക്കെ രാവിലെ നമ്മള് സുബഹി നമസ്കാര ശേഷം, സുബഹി കഴിയുന്ന ജമാഅത്തായിട്ട് തന്നെ നിർവഹിച്ച ശേഷം സൂര്യോദയം വരെ ദിക്റുകളിലും ദുആകളിലും ഒക്കെ കഴിയുകയും പിന്നീട് സൂര്യന് ഉദിച്ചു പൊങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 10, 15, 20 മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു 2 റക്അത്ത് ഇസ്തിഖാറ നമസ്കരിക്കുകയും ചെയ്യുന്നതിന് ഹജ്ജിന്റെയും ഉംറയുടെയും സമ്പൂർണ്ണ പ്രതിഫലം ലഭിക്കുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇതൊക്കെ നമ്മളെ മുംതാസ് ടീച്ചർ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇപ്പൊ എല്ലാരും അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാവർക്കും ഈ അദ്കാറുകളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ചെയ്യേണ്ട സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്കൊന്നും കൂടെ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്ന് പഠിക്കാം. അപ്പൊ നമ്മൾ രാവിലെ ചെല്ലുകയാണെങ്കിൽ എന്ത് പറയും? അസ്ബഹ്നാന്ന് പറയും അല്ലെ? വൈകുന്നേരം ചെല്ലുകയാണെങ്കിൽ എന്ത് പറയൂ? അംസൈനാന്ന് പറയും. പിന്നെ എന്നും രാവിലെ വൈകുന്നേരവും നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണെന്നറിയാലോ. ആ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ അള്ളാഹു നമുക്ക് രക്ഷ തരും. ആരും ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദുആകൾ തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. ഒരുപാട് പ്രതിഫലമുള്ള അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നമസ്കാര ശേഷം സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നത് വരെ ഇരിക്കുന്നവരെ പോലെ ദിക്ർ ചൊല്ലി ഇരിക്കുവാനാണ് എനിക്ക് ഇസ്മായിൽ സന്തതികളെ 4 അടിമകളെ മോചിപ്പിക്കുന്നതിലും അധികം ഇഷ്ടമുള്ളത്, അതായത് പ്രതിഫലമുള്ളത്. അതുപോലെ
അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരത്തെ അസർ നമസ്കാര ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇരിക്കുന്നവരെ പോലെ ദിക്ർ ചൊല്ലി ഇരിക്കുന്നവനാണ് എനിക്ക് 4 അടിമകളെ മോചിപ്പിക്കുന്നതിലും ഇഷ്ടമുള്ളത്, അതായത് പ്രതിഫലമുള്ളത്. ഇത് അബൂ ദാവൂദിന്റെ ഹദീസിൽ വന്നതാണ് കേട്ടോ. പിന്നെ പാപമോചന പ്രാർത്ഥന ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറഞ്ഞു പോറടിപ്പിക്കുന്നില്ല. അപ്പൊ അതൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ, മറന്നു വരുതേ. നമ്മൾ പറഞ്ഞില്ലേ, ആകാശ ഭൂമിന്റെ ഇടയിലുള്ള എല്ലാ പ്രയാസങ്ങളൊന്നും രക്ഷ തരുന്നതുമാണ്. അപ്പൊ ഈ അധികാരങ്ങളൊന്നും നമ്മൾ ആരും നിസ്സാരായിട്ട് തള്ളാൻ പാടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഏതൊരാള് രാവിലെയോ വൈകുന്നേരമോ അള്ളാഹു മൻസറബി ചെല്ലിയാല് എന്താണ് സ്വർഗപ്രവേശനോ ഇതിൽ ഇസ്തിഗ്ഫാർ ചെല്ലിയാല് അതൊന്നും മറക്കണ്ട. ദിവസവും ഈ ക്ലാസ് കേൾക്കുന്നവരൊക്കെ അത് ചെല്ലിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടക്കാരിൽ പെട്ടു കേട്ടോ. അതുകൊണ്ട് നമ്മളാരും നഷ്ടക്കാരിൽ പെടാൻ പാടില്ല. അള്ളാഹ്ക്ക് ദിക്റ് ചെല്ലി ദിക്റുള്ളാനെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ദിക്റുള്ളകളാവാന് ആരും മറന്നു പോയത് കേട്ടോ. ദിവസമുള്ള ക്ലാസ്സുകളിലൊക്കെ തന്നെയല്ലേ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ. അതേമാതിരി ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവാൻ നമ്മൾ ആരും മറക്കരുത് കേട്ടോ. ഏറ്റവും നല്ല സ്വഭാവക്കാരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മളെല്ലാവരും ഏറ്റവും നല്ല സ്വഭാവക്കാരിൽ പെടാൻ എപ്പോഴും ട്രൈ ചെയ്യണം. അതേമാതിരി തന്നെ ഈ പ്രാർത്ഥന അല്ലാഹുമ്മ അഹ്സൻതു ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി, ആ പ്രാർത്ഥന കണ്ണാടിയിൽ നോക്കുമ്പോൾ മാത്രല്ല നമ്മുടെ സ്വഭാവം നന്നാവാനും നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് കേട്ടോ. എന്റെ രൂപത്തിനെ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവവും അള്ളാഹുവേ നീ നന്നാക്കണേന്ന്. നമുക്ക് ഇനി നമ്മളിൽ സമയം കുറച്ചുകൂടെയൊക്കെ ബാക്കിയുണ്ട്. നമുക്ക് കുറച്ചുകൂടെയൊക്കെ പ്രാർത്ഥനകളൊക്കെ ഒന്നും കൂടെ പഠിക്കല്ലേ. അപ്പൊ ലോകത്തിലെ മുഴുവൻ വിശ്വാസികളിലേക്ക് എത്തുന്ന പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. ഈ ലോകത്തിലെ മുഴുവൻ വിശ്വാസികൾ കഴിഞ്ഞു പോയവര്, വരാൻ പോകുന്നവര്, ഇതുവരെ വന്നവര് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അത്രയും മലക്കുകൾ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പൊ അത്രയും മലക്കിന്റെ പ്രാർത്ഥന നമുക്ക് കിട്ടണ്ടേ. അതേതാ പ്രാർത്ഥന? അല്ലാഹുമ്മ ഒഫ്ർലി വലി വാലിദയ്യ വലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ അഹ്യായ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും മുസ്ലിം പുരുഷന്മാർക്കും മുസ്ലിം സ്ത്രീകൾക്കും വിശ്വാസികളായ ആണിനും പെണ്ണിനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണമേ. ഈ പ്രാർത്ഥനന്റെ മീനിങ്. അപ്പൊ ഈ ലോകത്തില് ഇതുവരെ വന്ന ആളുകള്, ഇനി ഇതിപ്പോ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങള്, ഇനി വരാനിരിക്കുന്നവര് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അപ്പോഴോ ഇത്രയും പേർക്ക് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തിലെ മുഴുവൻ മലക്കുകളും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മളെ ഇതിന്റെ സന്ദർഭോചിതമായിട്ട് പറയട്ടെ, നമ്മളെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത്. എന്താന്നറിയണ്ടേ? മലക്കുകളെ പ്രാർത്ഥന. മലക്കുകളെ പ്രാർത്ഥന കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുത് എന്താ ഉള്ളത്? നമ്മൾ മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ മലക്കുകള് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പൊ ആരും ഈ പ്രാർത്ഥനകളൊന്നും ചെല്ലാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെല്ലാവർക്കും പുണ്യവാന്മാരോടൊപ്പം ചേരാൻ വേണ്ടി, പുണ്യവാന്മാരോടൊപ്പം മരിപ്പിക്കാൻ ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ഞങ്ങളുടെ റബ്ബേ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നിന്ന് നീ മൂടി വെച്ച് മാപ്പാക്കി തരികയും ചെയ്യണമേ. പുണ്യവാന്മാരുടെ കൂടെ അവരുടെ കൂട്ടത്തിലായി ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ഇത് ആൽ ഇമ്രാനില്
അതായത് മൂന്നാമത്തെ സൂറത്തായ ആൽ ഇമ്രാനില് 193 ആയത്തിൽ പറയുന്നതാണ് കേട്ടോ. റബ്ബന ഉഫ്ർലി റബ്ബന ഉഫ്ർലന ദുനൂബന വകഫിർ അന്നാ സയ്യിആതിന വതവഫന മഅൽ അബ്റാർ. പുണ്യവാന്മാരോടൊപ്പം മരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കേട്ടോ. എല്ലാരും ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മള് കേട്ടുവിടരുത് കേട്ടോ. അതൊക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കന്നെ വേണം. സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള ദുആ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബേ, എനിക്ക് നിന്റെ പക്കൽ നിന്ന് നിന്റെ വകയായി ഒരു വിശിഷ്ട സന്തതിയെ പ്രദാനം ചെയ്യണമേ. നിശ്ചയമായും നീ പ്രാർത്ഥന കേൾക്കുന്ന സ്വീകരിക്കുന്നവനാകുന്നു. ഇത് ആൽ ഇമ്രാനിലെ 38 ആയത്തില് ഉള്ള പ്രാർത്ഥനയാണ് കേട്ടോ. ഇതൊക്കെ ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ആരും ചെല്ലാൻ മറക്കരുത്. എപ്പോഴും ഞാൻ പറയുന്നത് തന്നെയാണ്, എപ്പോഴും ഹംദ് ചെല്ലുക, സ്വലാത്ത് ചെല്ലുക. പിന്നെ അതിന്റെ ശേഷം നമ്മൾ ഇസ്മുൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളൊക്കെ ചെല്ലുക. അതിന്റെ ശേഷം ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനാണ് ധാരാളക്കണക്കിന് സ്തുതികള്. രാവിലെയും വൈകുന്നേരവും ഞാൻ അവനെ വാഴ്ത്തുന്നു. ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ റബ്ബിനോട് ചോദിക്കുക. നമുക്ക് ഉത്തരം തരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന റബ്ബല്ലേ. അപ്പൊ നമ്മള് ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് നമ്മൾ അള്ളഹാനോട് എപ്പോഴും, നമുക്ക് ഈ ദുനിയാവിലേക്ക് നമ്മൾ ഇറക്കിയ സമയത്ത് അള്ളാഹ് നമുക്ക് തന്ന ആയുധല്ലേ പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പാലിച്ചാൽ തന്നെ എന്താ വെച്ചാൽ നമ്മളെ ടെൻഷൻ കുറയും, ഒരുപാട് രോഗങ്ങൾ കുറയും. നമ്മൾ ഈ ടെൻഷനൊക്കെ ഗുളിക കുടിക്കുന്നതിനും ഒക്കെ ഒരുപാട് പരിഹാരമാവും. ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരം. അപ്പോ ഈ പ്രാർത്ഥനകളൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇസ്മുൽ അഅ്ളം എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ഒരുപാട് ഇസ്മുൽ അഅ്ലങ്ങളുണ്ട്. അള്ളാന്റെ പ്രധാനപ്പെട്ട എല്ലാ നാമങ്ങളും യാ ഹയ്യു യാ ഖയ്യൂം, യാ മന്നാൻ, പിന്നെ ബദിഉസ് സമാവാതി വൽ അർദ്, യാ വൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക അൽ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർദി യാ വൽ ജലാലി വൽ ഇക്റാം. യാ ഹയ്യു യാ ഖയ്യൂമു അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അവൻ അള്ളാഹുവിന്റെ മഹത്തായ നാമം കൊണ്ട് പ്രാർത്ഥിച്ചത്. അത് മുഖേന പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം ചെയ്യും. അത് മുഖേന ചോദിച്ചാൽ അവൻ നൽകുകയും ചെയ്യും. ഇത് നസായില് 1300 പേജിലുള്ളതാണ് കേട്ടോ. 1300 നസായി. അപ്പൊ ഈ നമ്മൾ അള്ളാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇസ്മുൽ അഅ്ലം കൊണ്ട് ചോദിച്ചാല് അള്ളാഹു നമുക്ക് ഉത്തരം നൽകും എന്നാ പറഞ്ഞത്. അപ്പൊ ആരും ഇതൊന്നും മറന്നു പോകരുത്. കാരണം നമുക്ക് ആകെ ഒരു ആശ്രയം പ്രാർത്ഥനയാണ്. അള്ളാഹിനോട് ഒരുപാട് ദിക്റ് ചെല്ലുക, ദുആ ചെല്ലുക. ഏതൊരു സദസ്സിലും അള്ളാഹിനെ ഓർക്കാത്ത ഒരു സദസ്സ് അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സദസ്സ് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് തന്നത്. എല്ലാരും ഒന്ന് ഓർത്തു നോക്കി. എന്നിട്ട് അതിനൊക്കെയുള്ള പ്രാർത്ഥനയും റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ബദനി, നമ്മളെ ശരീരത്തിന് മുഴുവനും നമുക്ക് ആരോഗ്യം തരാന്. അള്ളാഹു നമ്മളെ ചെവി, നമ്മളെ കാതുകൾക്ക് ആരോഗ്യം നൽകാൻ. ഈ കേൾവി ഇല്ലെങ്കിൽ നമ്മൾ എന്തൊരു പ്രയാസത്തിലായിരിക്കും. എന്നിട്ട് റബ്ബ് അത് പഠിപ്പിച്ചു തന്നു നമുക്ക്. അള്ളാഹു ബസരി, കണ്ണിന് ആരോഗ്യം തരാൻ. ഇല്ലേ, കാഴ്ചശക്തി ഇല്ലേ നമുക്ക് ഇതൊക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റുമോ? നമുക്ക് എന്തൊരു അനുഗ്രഹം അല്ലേ നമ്മളെ റബ്ബ് തന്നത്. അപ്പൊ അൽഹംദുലില്ലാഹ്.
അല്ലാതെ നമുക്ക് ഒരു ഇലാഹില്ല അല്ലേ? ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി. പഠിച്ചവനെ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ എത്ര തന്നെ ശുക്ർ ചെയ്താലും മതിയാവൂല. ഇപ്പൊ എല്ലാരും അൽഹംദുലില്ലാ ഒരുപാട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അള്ളാന്റെ ഓരോരോ കാര്യങ്ങൾ, ഒരു പൈപ്പ് തുറന്ന ആ വെള്ളം അള്ളാഹ് നമുക്ക് തന്നിട്ടല്ലേ ഈ വെള്ളം നമുക്ക് കിട്ടുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഹംദ് ഒരുപാട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക സഹോദരിമാരെ. കാരണം നമ്മൾ തന്നെ ചിന്തിച്ച് രാവിലെ നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത് അത് അള്ളാന്റെ ഒരു അപാരമായ കാരുണ്യം കൊണ്ടല്ലേ. നമ്മൾ ബാത്റൂമിൽ പോയാൽ നമ്മൾ ഓരോ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുന്ന അള്ളാന്റെ ഒരു തൗഫീഖ് കൊണ്ട് മാത്രമല്ലേ. ഒരു ഫുഡ് കഴിക്കാൻ പറ്റാതെ, ഒരു വെള്ളം പോലും മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റാത്ത എത്ര എത്ര രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് എന്ത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതേമാതിരി കടങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കട്ടെ പഠിച്ചോനെ. പിന്നെ നമുക്ക് ഇഹവും പരവും ഒക്കെ ഒരുമിച്ച് കിട്ടാനുള്ള പ്രാർത്ഥന അല്ലേ? അത് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന, നമ്മൾ എല്ലായ്പ്പോഴും ചെല്ലുന്ന എന്ത്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ അല്ലേ? അത് നമ്മൾ എപ്പോഴും ചെല്ലുന്ന, നമ്മൾ മക്കത്ത് പോയാലും ഒക്കെ നമുക്ക് എപ്പോഴും ചെല്ലാനുള്ള പ്രാർത്ഥന. പഠിച്ചോനെ, നമ്മളിന്ന് ആരൊക്കെയാണ് പഠിച്ചോനെ ഹജ്ജിന് പോയത്? എല്ലാവർക്കും നല്ല മഖ്ബൂലും മബ്രൂറും ആയിട്ടുള്ള ഹജ്ജ് കർമ്മം വളരെ റാഹത്തോട് കൂടി ചെയ്തു ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാതെ തിരിച്ചു വരാനും അത് നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മളിന്ന് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഏറ്റവും നല്ല ഹജ്ജ് പ്രദാനം ചെയ്യട്ടെ. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഹജ്ജിന് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉംറക്ക് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥന ഒരു ആയുധാക്കി മുറുകെ പിടിക്കുക. എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പോകും, നമുക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ട്, ഒന്നും ചിന്തിക്കേണ്ട. റബ്ബിനോട് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാം ചെയ്തു തരുന്ന ആരാ? നമ്മളെ റബ്ബാണ്. അപ്പൊ എല്ലാരും ആഗ്രഹിക്കുക. നമ്മളെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട. എല്ലാരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം, ഒപ്പം റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ ഇഹവും പരവും ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടല്ലോ. അല്ലാഹുമ്മ ഉസ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. അള്ളാഹുവേ, നീ എനിക്ക് പുറത്തു തരികയും എന്നെ അനുഗ്രഹിക്കുകയും നീ എനിക്ക് നേരായ മാർഗം കാണിച്ചു തരികയും നീ എനിക്ക് ഉപജീവനം നൽകുകയും ചെയ്യണമേ. മുസ്ലിമിൽ വന്ന ഹദീസാണ് കേട്ടോ. ഇഹവും പരവും ഒരുമിച്ച് കിട്ടാനുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പൊ ഈ പ്രാർത്ഥനകൾ ഇനിയിപ്പോ കടവ് ഇടാനുള്ള പ്രാർത്ഥന ഒരുപാടുണ്ട്. നമ്മളെ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള പ്രാർത്ഥന ഉണ്ട്. അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? അള്ളാഹുമ്മ അബ്ദുക ഇബ്നു അബ്ദിക. എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? അതെല്ലാരും ഓർത്ത് എപ്പോഴും ദുആ ചെയ്തോളിട്ടോ. നമ്മളെ പ്രയാസങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്ത പ്രാർത്ഥനയാണ്. എല്ലാരും പഠിച്ച് അത് പകർത്തുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് നോക്കി നോക്കി ഇങ്ങനെ എപ്പോഴും ചെല്ലുക. രാവിലെയും വൈകുന്നേരവും എല്ലാ വാക്കിന്റെയും കാമത്തിന്റെ ഇടയിലും ദുആക്ക് ഉത്തരം കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും ചെല്ലി 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 അത് പതിവാക്കുക. നമ്മളെല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർച്ചയായിട്ടും. ഏതാൾക്കും ഈ ദുനിയാവില് ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലെ? എന്തെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പ്രാർത്ഥനയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എല്ലാ കാര്യവും എളുപ്പമാവാനുള്ള പ്രാർത്ഥന എല്ലാവർക്കും അറിയോ? അതൊന്ന് നോക്കാം. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല ഫഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. അല്ലാഹുവേ, നീ എളുപ്പമാക്കിയതല്ലാതെ ഒരു എളുപ്പവുമില്ല. നീ ഒരു എളുപ്പം നൽകുവാൻ ഉദ്ദേശിച്ചാൽ അതിന് മുമ്പ് ഒരു പ്രയാസം നീ ഉണ്ടാക്കുന്നു. ഈ പ്രാർത്ഥന ഭയങ്കര ഉപകാരപ്രദമായ പ്രാർത്ഥനയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ
നമ്മൾ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശി'ത സഹ്ല. എന്ത് കാര്യം എളുപ്പമാവാന്, പ്രഗ്നൻസി ലേഡീസ് ഒക്കെ ആണെങ്കിൽ പ്രസവം എളുപ്പമാവാന്, അല്ലാതെ എന്ത് കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അവരൊക്കെ എല്ലാ കാര്യങ്ങളും എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരുപാട് ഒരുപാട് പ്രാർത്ഥന ഇനി നമുക്ക് ബാക്കിയുണ്ട്. ഇൻഷാ അള്ളാ നമ്മളെ സമയം ഏതാണ്ടായി തുടങ്ങി. അതുകൊണ്ട് ഇനി ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥനകളൊക്കെ പഠിക്കാം ഇൻഷാ അള്ളാ. അള്ളാഹു നമ്മളെ ഈ കർമ്മ ഏറ്റവും ഒരു സ്വാലിഹായ കർമ്മമായിട്ട് സ്വീകരിക്കട്ടെ. നമ്മളെല്ലാവരുടെയും ഈ ഇരുത്തം ഏറ്റവും നല്ല ഇരുത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാണ് ഈ സദസ്സിൽ. എല്ലാവരും ഈ പ്രാർത്ഥനകളൊക്കെ പഠിച്ച് പ്രാർത്ഥിക്കുക, ജീവിതത്തിൽ മുഴുവനായിട്ട് ഇത് കൊണ്ട് നടക്കുക. നമ്മൾ മാത്രം പഠിച്ചാൽ പോരെ, നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക, നമ്മളെ മക്കളിലേക്ക് എത്തിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ ജീവിതത്തിൽ പകർത്തുക, പഠിക്കുക, പഠിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ടോ. അള്ളാഹു അതിനൊക്കെയുള്ള എല്ലാ നല്ല തൗഫീഖും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ അള്ളാഹു എല്ലാം ഹയറാക്കട്ടെ. നമ്മൾക്ക് അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പിന്നെ പറയാണ്, എല്ലാവരും ഇനി ഈ ഗ്രൂപ്പിൽ വന്ന ആരും ക്ലാസ് കേൾക്കുന്ന ആരും മോർണിംഗ് അത്താറ് ഈവനിങ് അത്താറ് വിടാൻ പാടില്ല കേട്ടോ. എല്ലാരും ചെയ്യുന്നുണ്ടാവും, എനിക്കറിയാം, എന്നും നമ്മളെ ദുആ ഗ്രൂപ്പിൽ വരുന്നതല്ലേ. ഇൻഷാ അള്ളാ എന്നാലും അതൊക്കെ അതിന്റെ ഒരു ആശയവും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി ചെല്ലുമ്പോൾ കൂടുതലൊരു സന്തോഷമാണ്, കൂടുതലൊരു പ്രാധാന്യമാണ്, കൂടുതൽ അള്ളാഹുവിലേക്ക് സ്വീകാര്യത ലഭിക്കുന്നതുമാണ്. അപ്പൊ എല്ലാരും പതിവാക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് രക്ഷ തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഒക്കെ അള്ളാഹുവേ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നീ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും, നീ ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുന്ന ഉത്തമ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചവനെ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങള് എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി തരുന്നേ തമ്പുരാനെ. പഠിച്ചവനെ അല്ലാഹ് യാ അല്ലാഹ് യാ വൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂമായ എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം അറിയുന്നവനുമായ പഠിച്ചവനെ, നിന്റെ ജീവിതത്തിൽ നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കാനുള്ള, നിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. നിന്റെ കലാമായ ഖുർആൻ അത് പഠിക്കാനും അത് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനും അത് തദബ്ബുർ ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അത് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കാനും നല്ല രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും അള്ളാഹു നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. നമ്മളെല്ലാവരും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും പഠിച്ചവനെ അറിവ് വർദ്ധിപ്പിച്ചു തരണേ. പഠിച്ചവനെ ആ അറിവ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണേ. പഠിച്ചവനെ അള്ളാഹുവേ, ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരണം അള്ളാഹുവെ. ചെയ്തു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും അള്ളാഹുവെ പുറത്ത് മാപ്പാക്കി തരുന്നു. ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. ഞങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെ പ്രയാസങ്ങളും തീർത്ത് സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കണം. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം. എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ടോ അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുകയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നിറവേറ്റിപ്പിക്കുകയും ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ഈ സൽക്കർമ്മം ഏറ്റവും സാലിഹായ അമലായി സ്വീകരിക്കുന്നു. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا وربنا صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب اغفر لي رب اغفر لي رب اغفر لي الحمد لله رب العالمين اللهم صل وسلم على نبينا محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته. ജസാക്കില്ലാഹു ഖൈറാൻ. അല്ലേ കമർബാനു? آمين 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 അതിന്റെ പേര് റഷിദ. എന്താ? എൻഡ് അപ്പ് ചെയ്തോളൂ. ഓക്കെ.